ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ട്രിപ്പ് ഡൽഹി ടു ആഗ്രയാണ്. മധുര വഴിയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഏതൊക്കെ റൂട്ടിലൂടെ പോകുന്നതെന്നുള്ളത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ 249 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത് ആഗ്രയിലേക്ക്. അപ്പം ഫസ്റ്റ് റൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹി ടു ബർസാനയാണ്. 122 കിലോമീറ്റർ ആണ് ബർസാനയിലേക്കുള്ള കറക്റ്റ് ദൂരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുന്നത് രാവിലെ 5:30ക്കാണ്. ഇപ്പോൾ 2 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട് ആഗ്രയിലും മധുരയിലുള്ള മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം പറ്റുമെന്ന് കരുതുന്നു. രാവിലെ ആയതുകൊണ്ട് ട്രാഫിക്കോ റോഡിൽ ബ്ലോക്കോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നൈസായിട്ട് പോയി. ബൈ റോഡ് അല്ലാതെ നമുക്ക് ട്രെയിൻ വഴി പോവാം. ആഗ്രയിലേക്ക് ഒരു 3-3.5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ധാരാളം ട്രെയിനുകൾ അവൈലബിൾ ആണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബൈ റോഡാണ്. അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ഇപ്പം സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു വ്യൂ ആയിരുന്നു അത് രാവിലെ തന്നെ. രാവിലെ യാത്ര തുടങ്ങിയതുകൊണ്ട് തന്നെ വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമ്മൾ എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു യാത്ര. ഇന്ന് ഹോളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലെല്ലാം കളറ് വരേണ്ട ആൾക്കാരും, പിന്നെ തെരുവുകളിലൊക്കെ ടോയ്സ് വിൽക്കുന്ന ആൾക്കാരും, വാട്ടർ ഗണ്ണും പിന്നെ കളേഴ്സും ഒക്കെ വിൽക്കുന്ന ആൾക്കാരെ ഓരോ റോഡിൻ്റെ സൈഡിലും ഇങ്ങനെ കാണാൻ പറ്റും. കുറേ ആൾക്കാർ കളറിലൊക്കെ മുങ്ങി നടക്കുന്നതൊക്കെ കാണാൻ പറ്റും ഈ ദിവസം. മധുര ആയതുകൊണ്ട് തന്നെ ഹോളി സെലിബ്രേഷൻ എന്ന് പറഞ്ഞത് വളരെ അധികമായിരിക്കും. മുക്കിലും മൂലയിലും എല്ലാവരും കളർ കൊണ്ടുള്ള ഒരു കളി തന്നെയായിരിക്കും ബർസാന സൈഡ് ഒക്കെ. ആദ്യം നമ്മൾ പോകുന്നത് ഇതായി കാണുന്ന രാധാറാണി ടെമ്പിളിലാണ്. ബർസാനയിലെ രാധാറാണി ടെമ്പിളാണിത്. ഫേമസ് ആണ്. ഇവിടെ ഹോളി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ തിരക്കായതുകൊണ്ട് റോഡിൻ്റെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങളവിടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നടക്കുവാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. ഒരു മലമുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ റോഡിലൊന്നും അത്ര തിരക്കൊന്നുമില്ല. അപ്പുറത്തിപ്പുറത്തൊക്കെ കടക്കാരും ഒരുപാട് കളേഴ്സും സ്വീറ്റ്സും അങ്ങനെയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയിലൊക്കെ കുറേ കളേഴ്സ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകും തോറും തിരക്ക് കൂടുന്നത് പോലെ തോന്നുന്നു. പക്ഷെ നമ്മളിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുന്നോട്ട് അതൊക്കെ കണ്ടോ, ആ വഴി കണ്ടോ, അങ്ങോട്ട് മേലേക്കാണ് ഇങ്ങനെ കയറി പോകേണ്ടത്. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ മധുരയിലുള്ള ഗോവർദ്ധനിലേക്കാണ്. ഗോവർദ്ധനിലേക്ക് ഏകദേശം 21 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്
ആഗ്രഹ പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഹോളി ആയതുകൊണ്ട് ബ്ലോക്ക് കിട്ടുന്നുണ്ട്, തിരക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സൈഡിലേക്കൂടെയുള്ള ആൾക്കാരൊക്കെ കളർ കൊണ്ട് എറിയുന്നുണ്ട്, കുറേ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ കടന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഗോവർദ്ധനിലെത്തി. പക്ഷെ ഗോവർദ്ധനിലെത്തിയപ്പോഴും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഹോളി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എവിടെയും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, മുന്നോട്ട് പോയി. മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. മറ്റെല്ലായിടത്തും ഒരു ദിവസമാണ് ഹോളി ആഘോഷമെങ്കിൽ ഇവിടെ മധുരയിൽ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായതുകൊണ്ട് തന്നെ 5 ദിവസം വരെ ഹോളി ആഘോഷം നീണ്ടു നിൽക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മധുര എന്നുള്ള പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നേരെ നമ്മൾ ആഗ്രയിലേക്കാണ് പോകുന്നത്. ഗോവർദ്ധനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫത്തേപൂർ സിക്രിയിലേക്കാണ്. 58 കിലോമീറ്ററാണ് ഫത്തേപൂർ സിക്രിയിലെത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ ഫത്തേപൂർ സിക്രി. അങ്ങനെ ഞങ്ങൾ ഫത്തേപൂർ സിക്രി എത്തി. അപ്പം ഈ കാണുന്ന റോഡിലേ പോയപ്പോൾ അതായിരുന്നില്ല അതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് മെയിൻ എൻട്രൻസിലേക്ക് പോവാനൊരുങ്ങി. അപ്പോൾ ഒരു ഗൈഡ് വന്നു. അവർ പറഞ്ഞു പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാക്കിത്തരാം, പിന്നെ അങ്ങോട്ടേക്ക് മറ്റൊരു ഇലക്ട്രിക് വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതിൽ കയറ്റി പോവാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ അവർ വെറുതെ പറയുന്നതാണ്. പിന്നെ ഹോളി ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുറകെ തന്നെ വരും. പക്ഷെ നമ്മൾ മാക്സിമം അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ നേരെ അതിൻ്റെ മെയിൻ റോഡ് വഴി പോയി. കണ്ടോ, നമ്മൾ ഗൈഡ് നമ്മൾ പുറകെ തന്നെ വരുമായിരുന്നു, വിടുകയേ ചെയ്യില്ല. വഴി തന്നെ വന്ന് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വിടാതെ പിടിക്കും. അങ്ങനെ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയെന്ന്. വഴിയിലുടനീളം ക്യാൻവാസ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും.
നമ്മൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് നമ്മളോട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം, അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല, അപ്പോൾ ഇവിടെ നിന്നുള്ള വണ്ടിയിലാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗൈഡിനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാണ്ട് മുന്നോട്ട് പോയി. മുന്നേ വന്നിട്ടുള്ളൊരു പരിചയം ഉള്ളത് കൊണ്ട് ആണ് അങ്ങനെ പോയത്. ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത്. അപ്പം അവിടെയുള്ള സെക്യൂരിറ്റിയിൽ 2-3 ആളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും ഇങ്ങോട്ട് ഇതിൽ കൂടെ കയറാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഒരാൾ പറഞ്ഞു കയറി പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ കയറിപ്പോയി. ബുലന്ദ് ദർവാസേൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പാർക്കിംഗ് കിട്ടി. പക്ഷേ അവിടെ പാർക്കിങ്ങിനായിട്ടൊരു ഏരിയ ഒന്നും ഇല്ല. ഒരു റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചു. പക്ഷേ തിരക്കില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അന്ന് തിരക്ക് നല്ലോണം കുറവായിരുന്നു. സാധാരണ ചിലപ്പം എല്ലാം പാർക്ക് ചെയ്യുന്നതൊക്കെ താഴെയായിരിക്കും, അവിടെ നിന്ന് റിക്ഷയിലൊക്കെ വന്നിട്ടായിരിക്കും. പക്ഷെ അന്ന് തിരക്ക് കുറവായത് കൊണ്ടാണോ നമുക്കിവിടെ പാർക്കിങ്ങിന് സ്പേസ് കിട്ടി. പിന്നെ ക്ലോക്ക് റൂമൊന്നുമില്ല. ക്ലോക്ക് റൂം നമ്മൾ അവിടെ ഉണ്ടായ ഒരു കടക്കാരൻ്റെ കയ്യിൽ ബാഗ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇതാണ് ബുലന്ദ് ദർവാസ. ഗുജറാത്തിലെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി അക്ബർ പണികഴിപ്പിച്ചതാണ് ബുലന്ദ് ദർവാസ. ഇതിൻ്റെ ആകെ ഉയരം 54 മീറ്ററാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിൽ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ഗൈഡും കുറേ കച്ചവടക്കാരും അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കി കാണുകയാണ്. സാൻഡ് സ്റ്റോണിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ചുവന്ന മാർബിളാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ചെരുപ്പൊന്നും അലൗഡ് അല്ല. അപ്പം പുറത്ത് വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് ഗൈഡ് വന്ന് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും. അത് പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവരുടെയൊക്കെ റേറ്റ് വളരെ കൂടുതലാണ്. 400, 500, 300 എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പുറകെ തന്നെ വരും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ 50 രൂപയ്ക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. सेम साइज में स्मॉल जो आप लोग यहाँ खड़े हैं ये आपको बड़ा दिख रहा है, आप लोग वहाँ जाएंगे तो ये आपको छोटा लगेगा। हाँ, यहाँ फोटो निकालना मोबाइल से, नीचे मोबाइल रखते हैं, ऊपर का फोटो आता है। ഇതാണ് ജമാ മസ്ജിദിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. നിസ്കരിക്കാനൊക്കെ ആൾക്കാർ ഇവിടെയാണ് വരുന്നത്. നമ്മളിപ്പം നിൽക്കുന്നത് ഫത്തേപൂറാണ്. അപ്പം അങ്ങ് കാണുന്നതാണ് സിക്രി എന്നാണ് ഗൈഡ് പറഞ്ഞു തരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും അവൻ പറയുന്നുണ്ട്. ये फतेहपुर पुराना गांव सीकरी कंबाइंड फतेहपुर सीकरी।
सिंगल लाइट एसी है, पत्थर का कूलर, अकबर की 3x3 हिंदू। ഇവിടെ നല്ല തണുത്ത കാറ്റ് വരുന്നൊക്കെ ആട്ടോ അവൻ പറയുന്നത്. അപ്പം ഞാനും ഒന്ന് കൈവച്ച് നോക്കി, അപ്പം കയ്യിലേക്ക് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. പിന്നെ അവിടെ തന്നെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. നല്ലോണം ബാർഗെയിൻ ചെയ്യണം അവരോട്. ഫസ്റ്റ് അവർ ഈ മാലയ്ക്കൊക്കെ പറഞ്ഞത് 200, 250 എന്നൊക്കെയാണ്. അവസാനം നമ്മൾ ബാർഗെയിൻ ചെയ്ത് അവസാനം അവർ നമുക്ക് ഒരു മാലയ്ക്ക് 50 രൂപ വെച്ച് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2 മാലയൊക്കെ വാങ്ങി. പിന്നെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ട്, മാർബിളിൽ ഉണ്ടാക്കിയത്. അതിനൊക്കെ നല്ല വില പറയും. നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും കുറച്ചിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി അങ്ങനെ അവിടെ നിന്ന് നടന്നു. अंदर कोई पैसा वगैरह डेग भंडारे का दान नहीं होता है। अंदर लोग जाते हैं, पहले यहाँ चादर चढ़ाते हैं, फूल पर धागा बांधते हैं और एक धागे पर 3 मन्नत करते हैं। पहले ये दरगाह लाल पत्थर की थी, लाल को सामने लगाया, सफ़ेद को उधर, जाली लिए 56 डिजाइन की है। ये बाबा के परिवार लोगों की, अंदर लेडीज़ का है, बाहर जेंट्स का है। अंदर जब जाते हैं तो सीधे पैर से एंट्री करते हैं। अभी अंदर चलेंगे, पहले सुरंग देखो। വെളുത്ത മാർബിളിൽ തീർത്ത ഈ ശവകുടീരം സലീം ചിസ്തിയുടേതാണ്. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നു. പക്ഷേ അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. അടുത്തതായി ഞങ്ങൾ സിക്രിയിലേക്കാണ് പോകുന്നത്. 50 രൂപയാണ് പെർ പേഴ്സൺ പൈസ വരുന്നത്. ഓൺലൈനായിട്ടും ടിക്കറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ ക്ലോക്ക് റൂം, ടോയ്ലറ്റ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട് അവിടെ സിക്രിയിൽ. അങ്ങനെ അകത്ത് കയറിയതിന് ശേഷം നമ്മൾ കുറേ ഗൈഡ് വരുന്നുണ്ടായിരുന്നു നമ്മൾ പുറകെ. പക്ഷെ നമ്മൾ ഗൈഡിനെ ഒന്നും എടുത്തില്ല. അവർ 400, 500, 300 അങ്ങനെയൊക്കെയാണ് അവരുടെ റേറ്റ് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഗൈഡിനെ എടുത്തില്ല. നമ്മൾ ഒറ്റയ്ക്ക് കാണാമെന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് നടന്നു. ഇതൊരു കോർട്ട്യാർഡിലെത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബീർബലിൻ്റെ പാലസ്. ആ കാണുന്നതാണ് ബീർബലിൻ്റെ പാലസ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടന്നു. ഇതാണ് പഞ്ച്മഹൽ. പൂർണ്ണമായും തൂണുകൾക്ക് മുകളിലായാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 5 നിലകളിലായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഫത്തേപൂർ സിക്രിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇതാണ് അനൂപ് തലാവ്. രാജാവിൻ്റെ കാലത്ത് ഇവിടെയാണ് പല സംഗീത വിരുന്നുകളും ഒരുക്കിയിരുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കാണാൻ. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതൊരു ബാത്ടബാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് രാജാവിൻ്റെ അന്തിയുറങ്ങുന്ന സ്ഥലമാണിത്. അതൊക്കെ ഒന്ന് കണ്ടു. ഇതാണ് ദിവാനി ഖാസ. ഇവിടെയാണ് രാജാവിൻ്റെ വിശിഷ്ട അതിഥികളെത്തുമ്പോൾ ഇവിടെയാണ് സ്വീകരിച്ചിരുത്തുന്നത്. കാണുന്നതാണ് ജോധാബായിൻ്റെ പാലസിൻ്റെ ബാക്ക് സൈഡാണിത്. ബാക്കിൽ കൂടെ ഉള്ളൊരു വ്യൂ ആണിത്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി.
അടുത്ത് നമ്മൾ പോകുന്നത് ഫത്തേപൂർ സിക്രിയിൽ ഫത്തേപൂറിൻ്റെ സൈഡിൽ കൂടെ റോഡുണ്ട്, അതിൽ കൂടെ പോയാലാണ് നമുക്ക് ഹാത്തിപോൾ ഗേറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. നോർമലി ബൈക്ക് അങ്ങോട്ട് അലൗഡ് ആണോ എന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്കവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഒരു വലിയ ടവറാണ് ഈ കാണുന്നതാണ് ഹാത്തിപോൾ ഗേറ്റ്. പക്ഷേ ഇവിടം വരെ മാത്രമേ നമുക്ക് വരാനുള്ള പെർമിഷനുള്ളൂ. താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. താഴെ ഒരു ഗേറ്റ് വരെ പോവാം, പക്ഷെ അങ്ങോട്ടേക്ക് അധികം പോകാം. ആ ഗേറ്റ് വരെ പോകാൻ പറ്റും, അങ്ങോട്ട് അധികം പോകാൻ പറ്റില്ല. ഞാൻ കാണുന്നതാണ് ആ ടവർ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു. ഇവിടെ നിന്ന് നമ്മൾ ഇനി അടുത്തത് പോകുന്നത് സിക്കന്ദ്രയിലേക്കാണ്. ഇവിടെ നിന്നൊരു 38 കിലോമീറ്റർ ഉണ്ട് സിക്കന്ദ്രയിലേക്ക്. അവിടെയുള്ള അക്ബർ ടോംബിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി അവിടെ നിന്ന് കാണാം. ഇപ്പോൾ സമയം ഏകദേശം 1 മണി 1:30 ഒക്കെ ആയിട്ടോ. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ ഉള്ളൂ, ഉച്ചക്ക് അതിൻ്റെ ഇടയ്ക്കൊന്നും കഴിച്ചില്ല. അപ്പം വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഹോളി ആയതുകൊണ്ട് തന്നെ കടകളൊന്നും ഓപ്പൺ അല്ല. ചില ധാബുകൾ കാണുന്നുണ്ട്, ചിലയിടത്തൊന്നും വൃത്തിയില്ല. അതുകൊണ്ട് മുന്നോട്ട് പോയി അവസാനം നമുക്ക് നല്ലൊരു ധാബ കിട്ടി. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അക്ബർ ടോംബിലെത്തി. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറാസ് ഒന്നും അലൗഡ് അല്ല. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ്. ക്ലോക്ക് റൂം ഉണ്ട്, ക്യാമറ, ബാഗ്, എല്ലാ സാധനങ്ങളും നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം കയറാൻ. ടിക്കറ്റിന് ഓൺലൈനായിട്ട് ടിക്കറ്റ് അവൈലബിൾ ആണ്. 20 റുപ്പീസ് അങ്ങനെ ടിക്കറ്റിൻ്റെ റേറ്റ് ഉള്ളൂ. കാണാൻ നല്ല മനോഹരമാണ്. കാണാൻ മാർബിളിൽ നല്ല കൊത്തുപണികളൊക്കെ ഉള്ള നല്ലൊരു കവാടമായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. പുറം ഭാഗത്തും ഉൾഭാഗത്തും ഒക്കെ നല്ല മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് അക്ബർ ടോംബ്. നമ്മൾ നല്ല വ്യൂ ആട്ടോ. അവിടെ നിന്ന് നമുക്ക് ഗൈഡൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. ഇതാണ് അതിൻ്റെ ഉള്ളിൽ പല വർക്കുകളും നടക്കുന്നുണ്ട്. കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീണിട്ട് പുതുതായി അതിൻ്റെ പണി നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ലേബേഴ്സിന് അവൈലബിൾ അല്ല എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ പണി തീരാണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് നടക്കുമ്പോഴാണ് അക്ബറിൻ്റെ ടോംബ് കാണാൻ പറ്റുക. ശരിക്കും അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു തന്നു. അക്ബറിൻ്റെത് പോലെ ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് ആരുടെയൊന്നും കറക്റ്റ് അറിയില്ല. ഈ കാണുന്നതാണ് കഞ്ച് മഹൽ. പക്ഷെ നമ്മൾ അതിന് ഉള്ളിലേക്കൊന്നും പോയില്ല കേട്ടോ. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു, നമ്മൾ ലേറ്റ് ആവുന്നതുകൊണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് ആഗ്രയിലുള്ള ഇത്മാദോളയിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ ദൂരം ഉണ്ടാവും.
ഇവിടെ ഒരു വലിയ കൃഷ്ണൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. ഈ ഫ്ലൈ ഓവറിലെ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ചെറുതാണ് വഴി തെറ്റി യൂട്ടേൺ എടുത്ത് വീണ്ടും ഫ്ലൈ ഓവർ കയറി സെയിം റൂട്ട് തന്നെയാണ് നമുക്ക് താജ്മഹലിൽ പോകാനും. അങ്ങനെ നമ്മൾ ഇത്മാദുള്ളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്മാദുള്ള ഒരു മിനി താജ്മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ താജ്മഹലിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് തന്നെ പറയാം. ഫുൾ മാർബിൾ, വൈറ്റ് മാർബിളിൽ തീർത്തതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, പാർക്ക് ചെയ്തു. ഇവിടെ തന്നെ പാർക്കിംഗ് ഉണ്ട്. ടിക്കറ്റ് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട്. അവിടെ പോയിട്ടും എടുക്കാം. 20 റുപ്പീസാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നല്ലൊരു മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ പുറത്തുതന്നെ. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. കാണുന്നത് പ്രവേശന കവാടമാണ്. വലിയൊരു കവാടം തന്നെയാണ്. ഇങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കുകയാണ്. കാണുമ്പോൾ ശരിക്കും താജ്മഹൽ പോലെ ഉണ്ട്. വൈറ്റ് മാർബിളിൽ തീർത്ത ഒരു ശവകുടീരമാണിത്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുന്നു. കുറേ ചെടികളുണ്ട്, പല തരത്തിലുള്ള കുറേ ചെടികളുണ്ട്. ഇവിടെയും ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഗൈഡിനെ എടുത്തില്ല. നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ഉള്ളിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. നല്ല വൈറ്റ് മാർബിള്, നല്ല ചിത്രപ്പണികളെടുത്ത്. പിന്നെ ഇവിടെ കുറേ ശവകുടീരങ്ങളുണ്ട്. പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങി. പുറത്തും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്ന് ചുറ്റിലും നടന്നിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. നമ്മൾ ഇന്ന് പോയ എല്ലായിടത്തും പാർക്കിങ്ങിന് 20 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ. അധികം ഒന്നുമില്ല. എല്ലായിടത്തും 20 രൂപയായിരുന്നു പാർക്കിങ്ങിന് വാങ്ങിയിരുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പം ഫുഡ് കഴിക്കണം, എന്നിട്ട് റൂമിലേക്ക്. ഇനി നാളെ അടുത്ത ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുത്ത് സമാധാനമായി ഉറങ്ങുകയൊക്കെ ചെയ്താലേ നാളത്തെ ട്രിപ്പിനൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പം അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, മധുര, വൃന്ദാവനാണ് നാളെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.